റിയൽ മാഡ്രിഡിൻ്റെ നിലവിലെ സൈനിങ്ങുകളെല്ലാം കാണുമ്പോൾ ഉള്ളുക്കുള്ള വിഷമം ഉണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നൊരു ഡയലോഗ് ഏതാണെന്ന് അറിയാം. നമ്മുടെ അമർ അക്ബർ അന്തോണിയിലെ ഡയലോഗാണ്. അവയ്ക്ക് എന്നോട് ഇഷ്ടമാണെന്ന് അങ്ങോട്ട് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാടാ മറ്റേതിൽ പറയണ പോലെ എന്നോടുള്ള ഇഷ്ടം നിന്നോട് പറയണമെന്ന് ചോദിക്കണ പോലത്തെ ഒരു സീനാണ്. എന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ബാഴ്സ ഒന്ന് നോട്ടമിട്ടാൽ അത് ഈ റയൽ മാഡ്രിഡ് അടിച്ചുകൊണ്ട് പൊക്കോളും എന്ന് പറയണ പോലത്തെ ഒരു സീനാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും യെസ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാഡോ സിൽവ, പോർച്ചുഗലിൻ്റെ ബെർണാഡോ സിൽവ, ആ പുള്ളിക്കാരൻ ഇനിയിപ്പോൾ എന്തായാലും റിയൽ മാഡ്രിഡിൻ്റെ വെള്ളക്കുപ്പായത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഹിയർ വി ഗോ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് ഒഫീഷ്യലായിട്ടൊന്ന് വന്നാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ഗൈസ്, അപ്പോൾ ആൻ്റപ്പനാണ്. ആദ്യം തന്നെ എനിക്ക് ഒരുപാട് റൊണാൾഡോ ഫാൻസിൻ്റെ മെസ്സേജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു റീല് ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് അത് ഞാനങ്ങനെ നാച്ചുറലായിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഒത്തിരി പേര് അതിന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, വിളിച്ചു പറഞ്ഞു. അത് നമുക്ക് എപ്പോഴും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇനിയിപ്പോൾ ഈ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാ ലീഗയിൽ സീസൺ അവസാനിച്ച് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ ആദ്യ മൂവ് എടുത്തു വെച്ചത് ബാഴ്സലോണയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ബാഴ്സ അങ്ങോട്ട് കളിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ ആ കളിക്ക് വലിയ ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. റിയൽ മാഡ്രിഡിൻ്റെ എലക്ഷൻ കഴിയുന്നു, പെരസ് തിരിച്ചു വരുന്നു. ഫസ്റ്റിലെ സംഭവം എന്തായാലും ഹൂലിയന് വേണ്ടിയുള്ളൊരു ചെക്കാണ്. അത് സംഭവം നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം. ഹൂലിയനെ അവർ ചോദിച്ചു, കിട്ടിയില്ല. ഇനിയിപ്പോൾ ഒരു എന്തൊക്കെ ചെയ്താലും ഹൂലിയനെ ആദ്യം തൊടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അതിനു വേണ്ടി റിയൽ എടുത്തു വെച്ചിട്ടുള്ളൊരു കളിയാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, ബെർണാഡോ സിൽവയെ എന്തായാലും റിയൽ മാഡ്രിഡ് തന്നെ കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് കേട്ടോ. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാഴ്സയ്ക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ ഹുലിയൻ അൽവാരസിൻ്റെ സൈനികങ്ങൾ എങ്ങനെ പോകുന്നു, ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ബെർണാഡോ സിൽവയെ വാങ്ങുക എന്നുള്ളത് ഏറെക്കുറെ ആ സമയങ്ങൾ മുതലേ ഇതിലിരുന്നതാണ്. സോ അപ്പോൾ അതൊന്ന് ഹോൾഡിൽ വെച്ച സമയം കൃത്യമായിട്ട് ആ സമയം യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയണം. പക്ഷേ ഈ ഒരു മൂവിൽ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തന്ത്രപരമായ നീക്കിയത് ഹോസെ മൊറീനോ തന്നെയാണ്. പുള്ളിക്കാരൻ സിൽവയെ വിളിച്ചിട്ട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും മോനെ എനിക്ക് നിന്നെ എൻ്റെ ടീമിൽ കിട്ടിയേ പറ്റുള്ളൂ. ഞാനിവിടെ ഒരു പുതിയ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ആ പരിപാടിയിൽ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. സോ നീ ഇങ്ങോട്ട് പോര്, ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റിൽ ചെയ്യാം എന്നുള്ളത് പോലെയാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ കേൾക്കുന്നതനുസരിച്ച് ഒരു 2 ഇയർ കോൺട്രാക്റ്റ് ഒക്കെ ആയിരിക്കും തോന്നുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഒഫീഷ്യലായിട്ട് തന്നെ വരട്ടെ. ഇനി ബെർണാഡോ സിൽവ എന്ന് പറയുന്ന താരം, ശരിയാണ്, സിറ്റിയിൽ നിന്നും ഇപ്പോൾ വരുന്നൊരു പുള്ളിക്കാരന് ഏജ്ഡ് ആയില്ലേ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബാഴ്സ ആരാധകർക്ക് എനിക്കടക്കം സന്തോഷിക്കാൻ വേണമെങ്കിൽ ഒരു ന്യായമായിട്ട് കൂട്ടാമെങ്കിൽ പോലും ഇതിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹീസ് എ മെഷീൻ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 90 മിനിറ്റും അല്ലെങ്കിൽ ഇനി ഒരു എക്സ്ട്രാ ടൈമോ അഡീഷണൽ ടൈമോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ സമയമൊക്കെ നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ആര്, ഈ പറയുന്ന പോലെ തന്നെ ബെർണാഡോ സിൽവ. അതുപോലെ തന്നെ മിഡിൽ പല പൊസിഷൻസിലും, അതിപ്പോൾ CM ആയിക്കോട്ടെ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലാണെന്നുണ്ടെങ്കിലും ഒരു ഇച്ചിരിയും കൂടെ വിങ്ങിൽ കളിപ്പിക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ പറ്റാവുന്ന ഒരു താരം തന്നെയാണ് സിൽവ. സോ അതുകൊണ്ട് തന്നെ റിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാക്കപ്പ് ഓപ്ഷനാണ്. ഒപ്പം ഒരു കുന്തമുന തന്നെ ആയിരിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളികൾ ഇടയ്ക്കൊന്ന് മാറ്റി കളിക്കുന്ന ജോസെ മൊറീനോ ഉണ്ടല്ലോ, അതിന് ഈ പറയുന്നത് പോലെ തന്നെ ഐ തിങ്ക് ബെർണാഡോ സിൽവ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് എത്ര വയസ്സായാലും പുള്ളിക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നിന്നോടി ഇങ്ങനെ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സിറ്റിക്ക് വേണ്ടിയിട്ട്. ആ സാധനം എന്തായാലും റിയലിന് വേണ്ടി കളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് വിഷമമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രണ്ടിടത്താണ് ഈ പറയുന്ന പോലെ തന്നെ ചെക്ക് മീറ്റ് ആര് കയറി വെച്ചത്, റയൽ മാഡ്രിഡ് കയറി വെച്ചത്. അത് കാരണം നല്ല നഷ്ടമുണ്ടായത് ആർക്കാണ്? നമുക്ക് മാത്രമാണടേ. അതിൻ്റെ ഒരു വിഷമം മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സൈനികങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ എന്നൊന്നും അറിയില്ല. ബട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്താണ് നിങ്ങൾക്ക് ബെർണാഡോ സിൽവ എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പോർച്ചുഗീസ് താരം റിയൽ മാഡ്രിഡിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ആരെങ്കിലും നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അവരെ അടിച്ചുകൊണ്ട് പോകൂടെ? എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്ക് നമ്മുടെ കാര്യപരിപാടികൾ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.